യിലോർത്തൈശനെ അല്ലൽ തിങ്ങും ജീവിതത്തിൽ ജീവിതത്തിൽ ഞാൻ ഞാൻ വസിച്ചപ്പോൾ വസിച്ചപ്പോൾ വല്ലഭാനിൻ സ്നേഹമെന്നിലൂറ്റിയല്ലോ. അല്ലൽ തിങ്ങും ജീവിതത്തിൽ ഞാൻ വസിച്ചപ്പോൾ വല്ലഭാനിൻ സ്നേഹമെന്നിലൂറ്റിയല്ലോ. ജയഗീതം പാടിടുവാൻ നിൻ ജയം നീ എനിക്കേകിയല്ലോ. ജയഗീതം പാടിടുവാൻ നിൻ ജയം നീ എനിക്കേകിയല്ലോ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്ത ഈശനെ. പാപികളെ തേടി വന്ന യേശുരക്ഷകൻ പാപമില്ല ശുദ്ധർക്കായി താവരുന്നേ. പാപികളെ തേടി വന്ന യേശുരക്ഷകൻ പാപമില്ല ശുദ്ധർക്കായി താവരുന്നേ. വരവിൻ ദിനം അതിസമീപം വരവിൻ പ്രത്യാശയായി. വരവിൻ ദിനം അതിസമീപം വരവിൻ പ്രത്യാശയായി. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈശനെ. ചേറ്റിലല്ലയോ കിടന്നു നോക്കിയാൽ നാറ്റമല്ലയോ വമിച്ചതൻ ജീവിതം. ചേറ്റിലല്ലയോ കിടന്നു നോക്കിയാൽ നാറ്റമല്ലയോ വമിച്ചതൻ ജീവിതം. മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ. മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്ത ഈശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്ത ഈശനെ. കൺകൾ കൊതിച്ചിടുന്നേ ഉള്ളം തൊടിച്ചിടുന്നേ നാഥ നിന്നുടെ വരവിനായി. കൺകൾ കൊതിച്ചിടുന്നേ ഉള്ളം തൊടിച്ചിടുന്നേ നാഥ നിന്നുടെ വരവിനായി. ആ സമൂഹമതിൽ അന്ന് ഭക്തരുമായി ആർത്തുപാടിടും സന്തോഷത്താൽ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയാ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയാ പാടും ഞാൻ. മനോഹരം യാഹേ നിന്റെ ആലയിൽ എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ. മനോഹരം യാഹേ നിന്റെ ആലയം എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ. ദൈവമേ എന്നുള്ളം നിറയും ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ എൻ ഉള്ളം നിറയുന്നു ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലഭൻ. പരിചയാം ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലഭൻ. തന്മക്കൾക്കെന്നും
പരിചയാം നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഒരു സങ്കേതം നിന്റെ യാഗപീഠം ജീവൽ പക്ഷിക്കും ചെറുകുരുകിലും. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ പക്ഷിക്കും ചെറുകുരുകിലും. രാവിലെ നിൻ നന്മകളെ ഓർത്ത് പാടി സ്തുതിച്ചിടും ഞാൻ. രാവിലെ നിൻ നന്മകളെ ഓർത്ത് പാടി സ്തുതിച്ചിടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയാം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയെ, എന്നും നിന്റെ ശക്തിയാ. ഞങ്ങൾ പാർത്തിയിടും എന്നും നിന്റെ ആലയെ, ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമായി. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്ക് പരിചയാം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയാം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. മനോഹർ യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ. ദൈവമേയൻ ഉള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേയൻ ഉള്ളം നിറയും, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയാം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയാം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ദൈവപിതാവേ എന്നുടെ താതൻ നീ, ദൂതന്മാർ രാപ്പകൽ വാഴ്ത്തിയിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുന്നിൽ ഇന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നന്ദിയാൽ വണങ്ങും തിരുമുന്നിൽ ഇന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനാ.
ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും അങ്ങയോ നീ യോഗ്യനാ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കുറവുകളും വീഴ്ചകളും എല്ലാം ക്ഷമിച്ച് ഒരമ്മ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി ഓരോ ദിവസവും അത്ഭുതകരമായി നമ്മളെ താങ്ങി നടത്തുന്ന, നമുക്ക് ശിക്ഷണവും ശാസനയും സ്നേഹവും എല്ലാം തന്ന് നമ്മളെ കൈപ്പിടിച്ച് നടത്തുന്ന ആ കർത്താവിന് സ്തോത്രവും മഹത്വവും സ്തുതിയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. നാം ധ്യാനിക്കുന്നത് കൊളോസ്യ ലേഖനമാണ്. 1-ാം അധ്യായം 22-ാം വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എന്നാൽ ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ മുമ്പിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത്. 22-ാം വാക്യം. Yet he has now reconciled you in his body of flesh through death, in order to present you before him holy and blameless and beyond reproach. നിങ്ങളെ കുറ്റമറ്റവരും വിശുദ്ധരും ആയി സമർപ്പിക്കണം. ആരുടെ മുന്നിൽ? അവിടുത്തെ മുന്നിൽ. എപ്പോഴാണ് ഈ പ്രസൻറ്റേഷൻ? ക്രിസ്തുവിൻ്റെ മണവാട്ടി, കറയും ചുളുക്കവും ഇല്ലാത്ത മണവാട്ടി, ഇതാ പുത്രൻ പിതാവിൻ്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്. എപ്പോഴാണ് ഈ സമർപ്പണം എപ്പോഴാണ് ഈ പ്രസൻറ്റേഷൻ? ക്രിസ്തു തൻ്റെ പരിശുദ്ധയായ കാന്തയെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ നിർത്തുന്നത് എപ്പോഴാണ്? അതുപോലെ തന്നെ ക്രിസ്തു തൻ്റെ കാന്തയെ തൻ്റെ മുമ്പാകെ നിർത്തുന്നത് എപ്പോഴാണ്? പല വേദപണ്ഡിതരും പറയുന്നത് അത് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഭേമയുടെ ജഡ്ജ്മെൻ്റ് സീറ്റിൻ്റെ മുമ്പാകെയാണ് ക്രിസ്തുവിൻ്റെ കാന്തയായ നമ്മെ നിർത്തുക എന്ന്. 2 കൊരിന്ത്യർ 5:10 എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മതിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുന്നിൽ വരണം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതാകട്ടെ ചീത്തയാകട്ടെ, അതിന് തക്കവിധം പ്രതിഫലം പ്രാപിക്കുവാൻ നാം എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാണ്. നമ്മൾ അവിടെ നിൽക്കും. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ 25 തൊട്ട് ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ യേശു സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ, അതായത് ക്രിസ്തുവിൻ്റെ കാന്തയെ, നമ്മെ, ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. ക്രിസ്തു ഈ കാന്തയെ സ്വന്തമാക്കിയത് വലിയ വില കൊടുത്തിട്ടാണ്. സ്വന്തം രക്തത്തിൻ്റെ സമ്പാദ്യമാണ് ക്രിസ്തുവിൻ്റെ കാന്ത. ഇപ്പോൾ ഭൂമിയിൽ അവൾക്ക് കഷ്ടപ്പാടും ക്രിസ്തുവിൻ്റെ നാമനിമിത്തം പല ഉപദ്രവങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും, ടെസ്റ്റുകളും ട്രയൽസും ഒക്കെ ഉണ്ടെങ്കിലും, ഒടുവിൽ ഈ കാന്ത കറയും ചുളുക്കവും ഒന്നും കൂടാതെ വചനത്താൽ വെണ്മയുള്ളതാക്കി, ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും. ക്രിസ്തു ഇനി വീണ്ടും വരും. ക്രിസ്തു വീണ്ടും വന്ന് തന്നോടുകൂടെ ചേർക്കുന്ന മണവാട്ടിയായ സഭ കറയും ചുളുക്കവും അല്പം പോലും ഇല്ലാത്ത മഹത്വപൂർണയായ സഭയെ, തൻ്റെ കാന്തയെ സ്വീകരിക്കുവാനാണ് കർത്താവ് വരുന്നത്. വെളിപ്പാട് 19-ന്റെ 6 തൊട്ട്
പിന്നെ വലിയ ജനക്കൂട്ടത്തിൻ്റെയും പെരുവെള്ളത്തിൻ്റെയും ഗംഭീരമായ ഇടിമുഴക്കത്തിൻ്റെയും ശബ്ദം പോലെയുള്ള ഒരു സ്വരം ഞാൻ കേട്ടു. ഹല്ലേലൂയ! സർവശക്തനും നമ്മുടെ ദൈവവുമായ കർത്താവ് വാഴുന്നു. നമുക്ക് ആനന്ദിക്കാം, ആഹ്ലാദിച്ച് ആർപ്പ് വിളിക്കാം, അവിടത്തേക്ക് മഹത്വം നൽകാം. എന്തെന്നാൽ കുഞ്ഞാടിൻ്റെ വിവാഹം സമീപിച്ചിരിക്കുന്നു. അവിടുത്തെ മണവാട്ടി അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. ശോഭയേറിയതും നിർമ്മലവുമായ മൃദുല വസ്ത്രം ധരിക്കാനുള്ള അനുഗ്രഹം അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ വസ്ത്രം വിശുദ്ധരുടെ സൽപ്രവൃത്തികളാണ്. ഈ മണവാട്ടി എങ്ങനെയുള്ള മണവാട്ടിയാണ്? പല്ലു തേക്കാത്ത, കുളിക്കാത്ത മണവാട്ടിയല്ല. അവിടുത്തെ മണവാട്ടി അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. ശോഭയേറിയതും നിർമ്മലവുമായ മൃദുല വസ്ത്രം ധരിക്കാനുള്ള അനുഗ്രഹം. ഈ വസ്ത്രം അവൾക്ക് വേറെ ആരും കൊടുത്തതല്ല. ആ വസ്ത്രം വിശുദ്ധരുടെ സൽപ്രവൃത്തികളാണ്. നീതി വസ്ത്രം നമുക്ക് ദൈവം ഫ്രീ ആയി തന്നു. പക്ഷേ ഇവിടെ മണവാട്ടി അണിയുന്ന ഈ വെണ്മയുള്ള വസ്ത്രം, നിർമ്മലമായ വസ്ത്രം, മൃദുല വസ്ത്രം, ഇത് അവൾ തന്നെ നെയ്തതാണ്. ആദ്യം അവൾക്ക് നീതി വസ്ത്രം കിട്ടി. അത് ഇവൾ നെയ്തതല്ല, ഫ്രീ ആയിട്ട് കിട്ടി. ഇപ്പോൾ ഇവൾ ഇതാ നീതി വസ്ത്രം, ഇപ്പോൾ ഇവൾ ശോഭയേറിയതും നിർമ്മലവുമായ മൃദുല വസ്ത്രം ധരിക്കാനുള്ള അനുഗ്രഹം അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ വസ്ത്രം ഫ്രീ ആയിട്ട് കിട്ടിയതല്ല. പിന്നെയോ ആ വസ്ത്രം വിശുദ്ധരുടെ സൽപ്രവൃത്തികളാണ്. ക്രിസ്തു പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തർക്ക് അവരുടെ പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകുവാൻ ഞാൻ വരുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു. എന്തിനു വേണ്ടിയാണ്? ഓരോരുത്തർക്കും അവരുടെ പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകുവാൻ എൻ്റെ പക്കലുണ്ട്. ഹല്ലേലൂയ! ദൈവത്തിന് സ്തോത്രം. എന്തായാലും ക്രിസ്തു സ്വീകരിക്കാൻ പോകുന്ന ഈ മണവാട്ടി, ഇപ്പോൾ അവൾക്ക് ഭൂമിയിൽ കഷ്ടവും പരിശോധനകളും ഉണ്ട് എങ്കിലും ക്രിസ്തുവിൻ്റെ വരവിൽ അവിടുത്തെ മുന്നിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടി ആ മണവാട്ടി, കർത്താവിൻ്റെ മുമ്പാകെ കർത്താവ് തന്നെ നിർത്തുന്ന ആ മണവാട്ടി തേജസ്സുറ്റ മണവാട്ടിയാണ്. വിശേഷ വസ്ത്രം ധരിച്ച ശോഭയേറിയ മണവാട്ടിയാണ്. കറയും ചുളുക്കവും പാപത്തിൻ്റെ ഒരു കുത്തുപോലുമില്ലാത്ത മണവാട്ടിയാണ്. ധൂർത്തുപുത്രൻ സകല പാപവും ചെയ്തു. അവൻ മടങ്ങി വന്നു. പിതാവ് അവനെ സ്വീകരിച്ചു. ദാസനായിട്ടല്ല സ്വീകരിച്ചത്, സ്വന്തം പുത്രനായിട്ടാണ്. പക്ഷെ പിതാവ് ഇങ്ങനെ തീരുമാനിച്ചോ? പുത്രൻ വരുന്നത് ഇപ്പോൾ ഏത് വേഷത്തിലാണ്? അഴുക്കുള്ള വേഷമാണ്. പന്നിയുടെ കൂട്ടത്തിൽ കിടന്നവനാണ്. അവൻ മാനസാന്തരപ്പെട്ടു. പക്ഷേ പിതാവിൻ്റെ ഭവനത്തിൽ അവന് ഇനി താമസിക്കണമെങ്കിൽ ഒരു പുതിയ വസ്ത്രം ആവശ്യമാണ്. പിതാവ് ഇവൻ മടങ്ങി വന്നപ്പോൾ എന്താണ് ചെയ്തത്? ലൂക്കോസ് 15:20 തൊട്ട് അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ചു തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞോടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാനിനി യോഗ്യനല്ല. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ചാഹ്ലാദിക്കാം. ഈ ധൂർത്തപുത്രനെ അവൻ്റെ മാലിന്യമുള്ള വസ്ത്രമെല്ലാം മാറ്റി മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഹല്ലേലൂയ. കൊളോസ്യർ 1:22 നാം ധ്യാനിക്കുന്ന വാക്യം വീണ്ടും വായിക്കുന്നു. എന്നാൽ ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ മുമ്പിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത്. പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ യേശു ക്രിസ്തു നമ്മളെ സമർപ്പിക്കും. നമ്മൾ എന്ന് വെച്ചാൽ മണവാട്ടി. മണവാട്ടിയെ എങ്ങനെയാണ് പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കുന്നത്? അവിടുത്തെ മുമ്പിൽ
പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത്. ഇങ്ങനെ പിതാവിൻ്റെ മുമ്പിൽ പുത്രൻ തൻ്റെ മണവാട്ടിയെ സമർപ്പിക്കാൻ പോകുന്നു. ഈ മണവാട്ടിക്ക് വേണ്ടി അതിനു മുമ്പ് ഈ മണവാട്ടിയോട് എന്താണ് ചെയ്തത്? ഇതേ വാക്യം, 22-ാം വാക്യം, ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തു തൻ്റെ മരണം വഴി നമ്മെ പിതാവായ ദൈവത്തോട് അനുരഞ്ജിപ്പിച്ചിരിക്കുകയാണ്. റീകൺസിലിയേഷൻ, നമ്മളെ രമ്യതപ്പെടുത്തി. ഇനി ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അവിടുത്തെ മുന്നിൽ, പിതാവായ ദൈവത്തിൻ്റെ മുന്നിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത്. അതുകൊണ്ട് ദൈവമക്കളായ നമ്മൾ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. നമ്മളെ ഒരു നാളിൽ ക്രിസ്തു പിതാവിൻ്റെ മുമ്പാകെ പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കും? കറയും ചുളുക്കവും ഒന്നും ഇല്ലാത്തവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ വീണ്ടെടുക്കപ്പെട്ട നമ്മൾ പിതാവായ ദൈവത്തോട് ക്രിസ്തു മുഖാന്തരം അനുരഞ്ജിതരായി തീർന്ന നമ്മൾ എത്രമാത്രം വിശുദ്ധിയിലാണ് ജീവിക്കേണ്ടത്? തീത്തോസ് 2:14, യേശു ക്രിസ്തു എല്ലാ തിന്മകളിലും നിന്ന് നമ്മെ വിമോചിപ്പിക്കുന്നതിനും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ ബലിയർപ്പിച്ചു. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, എന്നേക്ക് രക്ഷിക്കപ്പെട്ടതാണ്, ഇനി തോന്നിയതുപോലെ ജീവിച്ചോളൂ, സ്വർഗം നഷ്ടപ്പെട്ടില്ല. അങ്ങനെയുള്ള ഉപദേശമൊന്നും ബൈബിളിലില്ല. യേശു ക്രിസ്തു എല്ലാ തിന്മകളിലും നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയെ, തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ ബലിയർപ്പിച്ചു. യേശുക്രിസ്തു നമ്മുടെ മണവാളൻ വരാറായി. അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അപ്പസ്തോലനായ പത്രോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 2 പത്രോസ് 3:12 തൊട്ട്, 2 പത്രോസ് 3:12 ആകാശം തീയിൽ വെന്തു നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാന പ്രകാരം നാം കാത്തിരിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയും ഇല്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ. നാട്ടുകാരെ കാണിക്കാനല്ല. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയും ഇല്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ. ദൈവമക്കളെ, നിങ്ങൾ ചെവി തരിൻ, ലോകസ്നേഹം വിട്ടങ്ങോടുവിൻ. ദൈവമക്കളെ, നിങ്ങൾ ചെവി തരിൻ, ലോകസ്നേഹം വിട്ടങ്ങോടുവിൻ. കാന്തൻ വരവിനായി കാത്തിരിക്കും പ്രിയരെ, കളങ്കമില്ലാതിരിപ്പാൻ ഉത്സാഹിപ്പിൻ. കാന്തൻ വരവിനായി കാത്തിരിക്കും പ്രിയരെ, കളങ്കമില്ലാതിരിപ്പാൻ ഉത്സാഹിപ്പിൻ. ദൈവമക്കളെ, നിങ്ങൾ ചെവി തരിൻ. വിശുദ്ധയായ തേജസ്സുറ്റൊരു കാന്തയെ സ്വീകരിക്കുവാനാണ് മണവാളനായ ക്രിസ്തു വരുന്നത്. അതുകൊണ്ട് 1 തെസ്സലോനി 4:7 നമ്മോട് പറയുന്നത്, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നാം ധ്യാനിക്കുന്ന വാക്യം കൊളോസ്യർ 1:22 നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. വായിക്കുന്നു. കൊളോസ്യർ 1:22, എന്നാൽ ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ മുൻപിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത്. അന്ന്
നമുക്കെത്ര തേജസ് ഉണ്ടായിരിക്കും. കാരണം നമ്മൾ ആരാണ്? കുഞ്ഞാടിൻ്റെ കാന്തയാണ്. കുഞ്ഞാട് ആരാണ്? ഈ കുഞ്ഞാടിൻ്റെ മഹത്വമാണ് കൊളോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ തുടക്കത്തിൽ നമ്മൾ പഠിച്ചത്. അവൻ മുഖാന്തരം സകലവും സൃഷ്ടിക്കപ്പെട്ടു. അവന് വേണ്ടിയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. ഉളവായതൊന്നും ക്രിസ്തുവിനെ കൂടാതെയല്ല ഉളവായത്. അവിടുന്ന് ഒരു മാലാഖയല്ല, മാലാഖയേക്കാളും ഉന്നതനാണ്. സകലത്തിൻ്റെയും ഉടയവനും സകലവും പിതാവ് തന്നിലൂടെയാണ് സൃഷ്ടിച്ചത്. ഇത്രയും മഹോന്നതനായ ക്രിസ്തുവിന് ഒരു മണവാട്ടി. അങ്ങനെയാണെങ്കിൽ ആ മണവാട്ടി എത്ര ശ്രേഷ്ഠയായിരിക്കണം. ക്രിസ്തുവിന് യോജിച്ചൊരു മണവാട്ടിയെ സ്വീകരിക്കുവാനാണ് ക്രിസ്തു വരുന്നത്. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടല്ല നമ്മൾ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായത്. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ ചില കഷ്ടതകൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാൽ ക്രിസ്തുവിൻ്റെ വരവിൽ തേജസ് കൊണ്ട് നിറഞ്ഞ മണവാട്ടിയായി ഞാൻ മാറും. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം സജീവ് ബ്രദർ വായിക്കാം. ഏശയ്യാ 61:10 വായിക്കാം. ഏശയ്യാ 61:10. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും. എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്ന പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഉടുപ്പിച്ചിരിക്കുന്നു. ഏശയ്യാ 61:10. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വരൻ പുഷ്പമാല്യമണിയുന്നത് പോലെയും വധു ആഭരണഭൂഷിതയാകുന്നത് പോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു. കുഞ്ഞാടിൻ്റെ കാന്ത എത്ര ഭംഗിയുള്ളവളാണ്, എത്ര അഴകുള്ളവളാണ്. അവളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ബ്യൂട്ടി പാർലറിൽ പോയി ഉണ്ടാക്കുന്നതല്ല. വിശുദ്ധിയാണ് അവളുടെ സൗന്ദര്യം. കൊളോസ്യ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ in order to present you before him holy and blameless and beyond reproach. in order to present you, നിങ്ങളെ സമർപ്പിക്കാൻ പോവുകയാണ്. ആരാണ് നിങ്ങൾ? ഒരു കാലത്ത് അജ്ഞതയുടെ വ്യാമോഹങ്ങളിൽപ്പെട്ട് ജഡത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തിന് പ്രകോപനപരമായ പാപങ്ങൾ ചെയ്ത് സത്യമെന്നറിയാതെ ജീവിച്ചിരുന്ന കൊളോസിയിലെ ജനങ്ങൾ, യേശുക്രിസ്തു അവരെ സ്വന്തം രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ചു. ഇപ്പോൾ ഇവർക്ക് സുവിശേഷ വിരോധികളാലും മറ്റു പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഒടുവിൽ ഇവരുടെ അവസ്ഥ എന്താകും? in order to present you before him holy and blameless. holy and blameless. കൊരിന്ത്യ ലേഖനം 1:18 നമ്മോട് പറയുന്നത്, കൊരിന്ത്യർ 1:18. സജി ബ്രദർ അതിൽ എഴുതിയിട്ടില്ല. കിട്ടുകയാണെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 1:8 വായിക്കേണ്ടത്. 1 കൊരിന്ത്യർ 1:8 ആർക്കെങ്കിലും കിട്ടിയാൽ വായിക്കാം. കൊരിന്ത്യർ 1:8. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. കണ്ടോ? 1 കൊരിന്ത്യർ 1:8. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. കാന്തയ്ക്ക് സ്വന്തം കഴിവാൽ പൂർണ്ണത പ്രാപിക്കാൻ പറ്റില്ല. അവൾ രക്ഷയിലേക്ക് വന്നത് തന്നെ ദൈവത്തിൻ്റെ കൃപയാലാണ്. തുടർന്ന് അവൾ ഈ ഭൂമിയിൽ കാന്തയായി ജീവിക്കുമ്പോൾ ദൈവത്തിന് യോഗ്യമായ രീതിയിൽ ജീവിക്കാൻ വേണ്ട കൃപയും പരിശുദ്ധാത്മ ശക്തിയും എല്ലാം കർത്താവ് തന്നെയാണ് നൽകുന്നത്. അല്ലാതെ കാന്തയ്ക്ക് സ്വന്തം മിടുക്ക് കൊണ്ട് പൂർണ്ണത കൈവരികയില്ല. ഇവിടെ നാം വായിച്ചത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന്. ഇതെപ്പോഴും നമ്മൾ ഓർക്കണം. കറയും ചുളുക്കവും ഇല്ലാത്ത സമ്പൂർണ്ണ ഒരു വിശുദ്ധയായ മണവാട്ടിയെയാണ്
യേശു ക്രിസ്തു സ്വീകരിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് എന്ന് ഇപ്പോൾ അഭിമാനിക്കുന്ന നാം ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം? ഇപ്പോൾ വായിച്ചത് ഒന്നുകൂടി വായിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. പേടിക്കേണ്ട കാര്യമില്ല, കർത്താവ് തന്നെ നമ്മളെ ഉറപ്പിക്കും. യൂദയുടെ ലേഖനവും അക്കാര്യം തന്നെയാണ് നമ്മോട് പറയുന്നത്. ഇനി എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:4, എഫേസ്യർ 1:4, തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ മണവാട്ടി സ്നേഹത്തിൽ വിശുദ്ധയും നിഷ്കളങ്കയുമായിരിക്കണം. നാം ധ്യാനിക്കുന്ന കൊളോസ്യ 1:22 പറഞ്ഞിരിക്കുന്നത് ഹോളി ആൻഡ് ബ്ലെയിംലെസ് ആൻഡ് ബിയോണ്ട് റിപ്രോച്ച്. എഫേസ്യ ലേഖനം 5:26 തൊട്ട് വായിക്കുന്നു. എഫേസ്യ 5:26. ഈ വാക്യങ്ങളൊക്കെ ഒരുപക്ഷെ നമുക്കറിയാവുന്നതായിരിക്കും. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. ഒരു ഊനവുമില്ലാത്ത മൃഗത്തെയാണ് പഴയ നിയമത്തിൽ ബലിയർപ്പിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ കുഞ്ഞാടിൻ്റെ മണവാട്ടി എത്ര പരിശുദ്ധയായിരിക്കണം! ഹോളി ആൻഡ് ബ്ലെയിംലെസ് ആൻഡ് ബിയോണ്ട് റിപ്രോച്ച്. യൂദയുടെ ലേഖനം 1:23 തൊട്ട്, അഗ്നിയിലകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ, മാംസദാഹത്താൽ കളങ്കിതരായവരുടെ വസ്ത്രത്തെ പോലും. 23 തൊട്ടാണ് വായിക്കുന്നത്. യൂദ 1:23 തൊട്ട്, അഗ്നിയിലകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ, മാംസദാഹത്താൽ കളങ്കിതരായവരുടെ വസ്ത്രത്തെ പോലും വെറുത്തുകൊണ്ട് ഭയത്തോടെ അവരോട് കരുണ കാണിക്കുവിൻ. വീഴാതെ നിങ്ങളെ കാത്തുകൊള്ളാനും തൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ കളങ്കരഹിതരായി സന്തോഷത്തോടെ നിർത്തുവാനും കഴിവുള്ള. നമുക്ക് കളങ്കരഹിതരായി നിൽക്കുവാൻ വേണ്ട സകല കൃപയും ആത്മശക്തിയും കർത്താവ് തരും. പക്ഷേ അനുസരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ചാൽ നിങ്ങൾ ജീവിക്കും. മരിപ്പിക്കേണ്ടത് നമ്മൾ തന്നെയാണ് പരിശുദ്ധാത്മശക്തിയാൽ. നമ്മളെ കർത്താവ് പെർഫെക്റ്റായിട്ട് നിർത്തും. പക്ഷേ അവിടത്തേക്ക് കീഴടങ്ങി ജീവിക്കേണ്ടത് നമ്മുടെ കടമയാണ്. വീഴാതെ നിങ്ങളെ കാത്തുകൊള്ളാനും തൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ, കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ്, തൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ കളങ്കരഹിതരായി സന്തോഷത്തോടെ നിർത്താനും കഴിവുള്ളവന് സ്തോത്രവും സ്തുതിയും ബഹുമാനവും ആരാധനയുമെല്ലാം അർപ്പിക്കണം. ഇനി സജീവ് ബ്രദർ ഫിലിപ്പിയ ലേഖനം 2:14 തൊട്ട് വായിക്കാം. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ദരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിനെ എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ഒരിക്കൽ ദൈവത്തിൻ്റെ മുമ്പാകെ പരിശുദ്ധിയായി മഹത്വത്തോടെ നിൽക്കാനുള്ള മണവാട്ടി ഇപ്പോൾ ഭൂമിയിൽ വക്രതയും കോട്ടവുമുള്ള വഴിപിഴച്ച തലമുറയുടെ നടുവിലാണ് ഇപ്പോൾ ഈ മണവാട്ടി ജീവിക്കുന്നത്. എങ്ങനെയാണ് ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടി ഓരോ ദിവസവും ജീവിക്കേണ്ടത്? ഫിലിപ്പിയ ലേഖനം 2:14 തൊട്ട്, എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് നമ്മളെങ്കിൽ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമ്മൾ തേജസ്സുറ്റവരായി മഹത്വത്തോടെ അവിടുത്തെ സന്നിധിയിൽ കറയും ചുളുക്കവും ഒന്നുമില്ലാതെ നിൽക്കുവാൻ പോകുന്നവരാണെങ്കിൽ ഇപ്പോൾ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം? എല്ലാ കാര്യങ്ങളും
പിറുപിറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. ഒരു കാര്യത്തെക്കുറിച്ച് പോലും പിറുപിറുക്കരുത്. രാഷ്ട്രീയ അധികാരികൾ മോശമായിട്ട് ഭരിക്കുന്നുണ്ടാകും, റോഡ് ഒരുപക്ഷെ നല്ലതല്ല, കുണ്ടും കുഴിയും ഉണ്ടാകും, പല കാര്യങ്ങളും ഇവിടെ അത്ര നല്ലതല്ല, കാലാവസ്ഥ ഒരുപക്ഷെ വളരെ മോശമാകും, നല്ല തണുപ്പാകും, ചൂടാകും, ഇതെല്ലാം ഉണ്ടാകും. പക്ഷേ ഒന്നിനെക്കുറിച്ചും പിറുപിറുക്കരുത്. എന്നാൽ ഇതാ ഒരു ക്രിസ്തുവിൻ്റെ മണവാട്ടി എപ്പോഴും പിറുപിറുക്കുന്നു. കാറിൽ കയറിയാൽ പിറുപിറുപ്പ്, മറ്റു ഡ്രൈവേഴ്സിനെ ചീത്ത പറയുന്നു, എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായാൽ അപ്പോൾ പിറുപിറുപ്പ്, ഒന്നിലും തൃപ്തിയില്ല. ഇങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തി വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണോ? കാരണം ഒരു കാര്യത്തെക്കുറിച്ച് പോലും ക്രിസ്തുവിൻ്റെ മണവാട്ടിക്ക് പിറുപിറുക്കുവാൻ, മർമർ ചെയ്യുവാൻ അനുവാദം കൊടുത്തിട്ടില്ല. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത പിറുപിറുത്തപ്പോൾ അവർക്കുണ്ടായ അനുഭവം നമുക്കറിയാം. അതുപോലെയാകരുത് ക്രിസ്തുവിൻ്റെ മണവാട്ടി. എല്ലാ കാര്യങ്ങളും പിറുപിറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. പിന്നെ രണ്ടാമത് തർക്കം. ഈ രണ്ട് കാര്യങ്ങളും ക്രിസ്തുവിൻ്റെ മണവാട്ടിക്ക് ചേർന്നതല്ല. പിറുപിറുപ്പും തർക്കവും. തർക്കം അഥവാ വാദം. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ. ഈ തലമുറയുടെ സ്വഭാവത്തിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത് വഴിപിഴച്ച തലമുറയായിരുന്നു. 2000 വർഷം പിന്നിട്ടപ്പോൾ ഈ വക്രതയും വഷളത്വവും ഒന്നുകൂടി വർദ്ധിച്ചു എന്ന് മാത്രം. അവരുടെ നടുവിലാണ് ക്രിസ്തുവിൻ്റെ മണവാട്ടി ജീവിക്കുന്നത്. എങ്ങനെ ജീവിക്കണം? അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ. കുറ്റമറ്റ ദൈവമക്കൾ. നമ്മെ ചൂണ്ടി മറ്റാർക്കും പറയാൻ ഇടയാകരുത്. എന്ത് വൃത്തികേടാണ് ആ സ്നാനപ്പെട്ട വിശ്വാസി ചെയ്തത് എന്ന് പറയാൻ ഇടയാകരുത്. അവർക്കൊരുപക്ഷെ നുണ പറയാം, അതിൽ സത്യമുണ്ടാകരുത്. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. അവരുടെ മധ്യേ. ആരുടെ മധ്യേ? വക്രതയും വഴിപിഴച്ചതുമായ ഈ തലമുറയുടെ മധ്യേ. പ്രകാശം മനോഹരമായിരിക്കുന്നത് എപ്പോഴാണ്? നല്ല ഇരുട്ടിൻ്റെ നടുവിലാണ് പ്രകാശം കാണാൻ ഭംഗിയുള്ളത്. ഇതുപോലെ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ, അവൻ സുന്ദരനായി സുന്ദരിയായി തീരുന്നത് എപ്പോഴാണ്? ചുറ്റും വക്രതയും കോട്ടവുമുള്ള തലമുറ. ഓഫീസിൽ, ചിലപ്പോൾ സ്വന്തം ഭവനത്തിൽ, മറ്റു പലയിടങ്ങളിലും ആകെ അന്ധകാരമാണ്. അതിൻ്റെ നടുവിൽ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവ പൈതൽ എങ്ങനെയാണ്? അന്ധകാരത്തിൻ്റെ നടുവിൽ പ്രകാശിക്കുന്ന സ്റ്റാർ, നക്ഷത്രം പോലെയാണ്. നല്ല ഇരുട്ടുള്ള രാത്രിയിൽ നക്ഷത്രം പ്രകാശിക്കുമ്പോൾ എന്ത് മനോഹരമാണ്. അങ്ങനെയാണ് ദൈവമക്കൾ. പിതാവായി ദൈവം, ഒരു ദൈവദാസൻ പറഞ്ഞതുപോലെ, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ആകെ ഇരുട്ടാണ്. പക്ഷേ അങ്ങിങ്ങ് മനോഹരമായി പ്രകാശിക്കുന്ന നക്ഷത്രങ്ങൾ. അതാരാണ്? യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് പിതാവായ ദൈവത്തോട് അനുരഞ്ജിതരായി ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ മണവാട്ടി. എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ. അവരുടെ മധ്യേ. ആ തലമുറയുടെ സ്വഭാവത്തിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പക്ഷേ നമുക്കൊരു ഡ്യൂട്ടിയുണ്ട്. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. 1 തെസ്സലോണി 3:13 നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ വിശുദ്ധരോടുകൂടെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ നിഷ്കളങ്കമായി നമ്മുടെ പിതാവായ ദൈവത്തിന് മുമ്പിൽ വിശുദ്ധിയിൽ ഉറപ്പിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ വിശുദ്ധരോടുകൂടെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ നിഷ്കളങ്കമായി നമ്മുടെ പിതാവായ ദൈവത്തിന് മുമ്പിൽ വിശുദ്ധിയിൽ ഉറപ്പിക്കുകയും ചെയ്യട്ടെ. സ്വർഗത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വെളിപ്പാട് 14:5 അവരുടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല, അവർ നിഷ്കളങ്കരാണ്. കുഞ്ഞാടിൻ്റെ കൂടെ നടക്കുന്ന ഒരു പ്രത്യേക ഗണം,
144,000 പേർ. അവരുടെ പ്രത്യേകത എന്താണ്? അവരുടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല. അവർ നിഷ്കളങ്കരാണ്. പലരും പറയും, എങ്ങനെ നിഷ്കളങ്കതയോടെ ജീവിക്കാൻ പറ്റും? ചുറ്റും അധർമ്മമാണ്. ഇനി ചർച്ചിനകത്ത് പോലും മ്ലേച്ഛത ചെയ്യുന്ന തട്ടിപ്പും സൂത്രവും സഭാരാഷ്ട്രീയവും കളിക്കുന്ന ആളുകളാണ്. ഇതിൻ്റെ എല്ലാം നടുവിൽ എങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റും? തീർച്ചയായിട്ടും ഇവരുടെ നടുവിലാണ് വിശുദ്ധിയിൽ ജീവിക്കേണ്ടത്. നോഹയുടെ കാലത്ത് എത്ര വഷളന്മാരായ ജനമായിരുന്നു, പക്ഷേ നോഹ അവരോട് കൂടെ കൂട്ടുചേരാതെ വിശുദ്ധിയിൽ ജീവിച്ചു. തദ്ഫലമായി നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. തൻ്റെ ചുറ്റുമുള്ള ദൈവത്തെ അനുസരിക്കാത്ത മനുഷ്യരുടെ സ്വഭാവം തന്നെ സ്വാധീനിച്ചില്ല. പിന്നെയോ നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ഉൽപ്പത്തി 6:8. എന്നാൽ നോഹ കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമായി. ഇനി അബ്രഹാമിൻ്റെ കാലത്തും അബ്രഹാമിൻ്റെ സമകാലീനരായിരുന്ന ജനങ്ങൾ അത്ര വിശുദ്ധരായിരുന്നില്ല. ദൈവത്തെക്കുറിച്ച് അറിയാത്തൊരു ജനമാണ്. അതിൻ്റെ നടുവിൽ അബ്രഹാം എങ്ങനെയാണ് ജീവിച്ചത്? അബ്രഹാമിനോട് അവരുടെ നടുവിൽ എങ്ങനെ ജീവിക്കാനാണ് ദൈവം പറഞ്ഞത്? ഉൽപ്പത്തി 17:1. അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. പഴയ നിയമ ഭക്തരോടും പുതിയ നിയമ സഭയിലെ മണവാട്ടിയായ സഭയോടും ദൈവം പറയുന്നത് ഒന്ന് തന്നെയാണ്. അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. എൻ്റെ മുന്നിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. ഇതേ ഉപദേശം തന്നെയാണ് നമുക്കുള്ളത്. നമ്മുടെ കർത്താവിൻ്റെ മഹത്വം, യേശുക്രിസ്തുവിൻ്റെ മഹത്വം ഈ കൊളോസ്യ ലേഖനത്തിൽ തുടക്കത്തിൽ വിവരിച്ചിട്ടുണ്ട്. നമ്മളത് പഠിച്ചു. ഈ കർത്താവിൻ്റെ മണവാട്ടിയാണ് ഞാനെങ്കിൽ അവിടുത്തെ സന്നിധിയിൽ എത്ര ഭയഭക്തിയോടെ വിശുദ്ധിയോടെ ഞാൻ ജീവിക്കണം. ഈ ഭൂമിയിൽ തന്നെ ഞാൻ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ക്രിസ്തു എന്നെ പിതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കും, എന്നെ പ്രസന്റ് ചെയ്യും. അതുവരെ ഞാനിപ്പോൾ ഈ ഭൂമിയിൽ വിശുദ്ധിയിൽ തന്നെ ജീവിക്കണം. എൻ്റെ മണവാളൻ എങ്ങനെയുള്ളവനാണ്? സകലത്തെയും സൃഷ്ടിച്ചവനാണ്. സകലവും അവിടത്തേക്ക് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഇത്രയും ഉന്നതനായ, എല്ലാ നാമത്തിലും മേലായ നാമമുള്ള മണവാളൻ്റെ മണവാട്ടിയാണ് ഞാനെങ്കിൽ എത്ര വിശുദ്ധിയോടെ ഞാൻ ജീവിക്കണം. അതുകൊണ്ടാണ് ഇവിടെ കൊളോസ്യ ലേഖനം നമ്മോട് പറയുന്നത്, അവിടുത്തെ മുമ്പിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത്. ഹോളി ആൻഡ് ബ്ലെയിംലെസ് ആൻഡ് ബിയോണ്ട് റിപ്രോച്ച്. ഇനി യോബിൻ്റെ പുസ്തകം 1:8. പഴയ നിയമത്തിലെ ജോബിന് പണമൊക്കെ ഉണ്ടായിരുന്നു. പണമല്ല ദൈവത്തെ ഇംപ്രസ് ചെയ്തത്, പിന്നെയോ ജോബിൻ്റെ സ്വഭാവമാണ്. ഇയ്യോബ് 1:8. കർത്താവ് വീണ്ടും അവനോട് ചോദിച്ചു, എൻ്റെ ദാസനായ യോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെപ്പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ? നമ്മെ നോക്കി കർത്താവ് ഇപ്രകാരം പറയുമോ? അവനെപ്പോലെ, അതിന് പകരം നമ്മുടെ പേര് ചേർക്കുക. അവനെപ്പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ? ഇതാ ഒരു പ്രദേശത്ത് ഒരു ദൈവസഭ, 40 പേർ ദൈവത്തെ ആരാധിക്കുന്നു, സ്നാനപ്പെട്ടവരാണ്, വേർപ്പെട്ടവരാണ്. ആ സഭയിലെ 40 പേരെ നോക്കി കർത്താവിന് ഇപ്രകാരം പറയാൻ സാധിക്കുമോ? സത്യസന്ധനും, അവനെപ്പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ? ക്രിസ്തുവിൻ്റെ മണവാട്ടി എങ്ങനെ ജീവിക്കണം? ഈ അവസ്ഥയിൽ പോയാൽ എന്തായിരിക്കും സ്ഥിതി? ഹോളി ആൻഡ് ബ്ലെയിംലെസ് ആൻഡ് ബിയോണ്ട് റിപ്രോച്ച്. കൊളോസ്യ ലേഖനം 1:22 വീണ്ടും വായിക്കുന്നു.
ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി തൻ്റെ ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ മുമ്പിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത്. സെറ്റ് അപ്പാർട്ട് ഫോർ ഹിസ് യൂസ്. മണവാട്ടി മണവാളൻ്റെ മാത്രമാണ്, ലോകത്തിൻ്റേതല്ല. ഇനി അഥവാ ക്രിസ്തുവിൻ്റെ മണവാട്ടി ലോകത്തെ സ്നേഹിച്ചാൽ എന്താണ് സംഭവിക്കുക? വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമല്ലയോ? ക്രിസ്തുവിൻ്റെ മണവാട്ടി ക്രിസ്തുവിനെ സ്നേഹിച്ച് ഏകാഗ്ര ഹൃദയത്തോടെ ക്രിസ്തുവിനെ പിൻപറ്റി ജീവിക്കേണ്ടതിന് പകരം ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണെന്ന് അവകാശപ്പെടുകയും ലോകസ്നേഹി ആകുകയും ചെയ്താൽ മണവാട്ടിക്ക് വ്യഭിചാരിണിയാകാൻ അധിക നേരമൊന്നും വേണ്ട. യാക്കോബ് ക്രിസ്തുവിൻ്റെ മണവാട്ടിക്കാണ് ലേഖനം എഴുതുന്നത്, ദൈവസഭയ്ക്കാണ് ലേഖനം എഴുതുന്നത്. എന്നാൽ ആ സഭയിൽ കലഹമുണ്ട്, ശണ്ഠയുണ്ട്. എല്ലാ വിശ്വാസികളുമല്ല, ലോകസ്നേഹികളുമുണ്ട്. അപ്പോൾ യാക്കോബ് അവരെ വിളിക്കുന്നത് ക്രിസ്തുവിൻ്റെ കാന്തേ, അങ്ങനെയല്ല വിളിക്കുന്നത്. വ്യഭിചാരിണികളായുള്ളവരെ, അവിശ്വസ്തത കാണിക്കുന്നവരെ, ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണെന്ന് അറിയുന്നില്ലയോ? അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മണവാട്ടി ഒരിക്കലും ലോകത്തോട് അനുരൂപമാകാൻ പാടില്ല. ക്രിസ്തുവിൻ്റെ മണവാട്ടി എപ്പോഴും ക്രിസ്തുവിനോട് അനുരൂപമായി കൊണ്ട് തന്നെ നടക്കണം. ക്രിസ്തുവിനോട് അനുരൂപമായാൽ അനുരൂപമായാൽ പിന്നെ നമുക്ക് ലോകത്തോട് അനുരൂപമാകാനോ ലോകത്തെ സ്നേഹിക്കാനോ സാധിക്കുകയില്ല. സങ്കീർത്തനം 119:1. സങ്കീർത്തനം 119:1 വായിക്കുന്നു. നിഷ്കളങ്കമായ മാർഗത്തിൽ ചരിക്കുന്നവർ, കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. നിഷ്കളങ്കമായ അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ, കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഒരിടത്ത് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു. ഒരു കഥയാണ്. എല്ലാ മ്ലേച്ഛതകളും ചെയ്യും, എല്ലാ വൃത്തികേടും ചെയ്യും. അദ്ദേഹത്തിനൊരു ഭാര്യ ഉണ്ടായിരുന്നു. ഭാര്യ ഈ ഭർത്താവിൻ്റെ അതേ സ്വഭാവമുള്ളവൾ. അവൾക്കറിയാം, ഞാനിങ്ങനെ വിശുദ്ധയായി ജീവിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? എൻ്റെ ഭർത്താവ് എല്ലാ സൂത്രവും കാണിക്കും. ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ സൂത്രമില്ലാതെ പറ്റില്ല. പക്ഷെ നമ്മുടെ കർത്താവ് ആരാണ്? ലോകത്തോട് വെല്ലുവിളിച്ച കർത്താവാണ്. എന്നിൽ പാപമുണ്ടെന്ന് ആർക്കെങ്കിലും തെളിയിക്കുവാൻ സാധിക്കുമോ? യോഹന്നാൻ 8:46. നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ കഴിയും? നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ കഴിയും? ആ ചോദ്യം ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് പറ്റുമെന്ന് ഒരാളും പറഞ്ഞില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ വീഴ്ച ചൂണ്ടിക്കാണിക്കാൻ ആ ജനസമൂഹത്തിന് കഴിഞ്ഞില്ല. അങ്ങനെയുള്ള പരിശുദ്ധനായ കർത്താവിൻ്റെ മണവാട്ടിയാണ് നമ്മളെങ്കിൽ നമ്മൾ എത്ര വിശുദ്ധിയിൽ ഈ ലോകത്തിൽ, വക്രതയും കോട്ടവുമുള്ള ഈ ലോകത്തിൽ ജീവിക്കണം. അങ്ങനെ വക്രതയും കോട്ടവുമുള്ള ഈ ലോകത്തിൽ നിഷ്കളങ്ക മക്കളായി ജീവിക്കുമ്പോഴാണ് ലോകക്കാർക്കൊരു കാര്യം മനസ്സിലാകുന്നത്, ഇവർ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് എന്നുള്ള കാര്യം. അതുകൊണ്ട് ഇവർ മറ്റു മാലിന്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവർ ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. സെറ്റ് എപ്പാർട്ട് ഫോർ ഹിസ് യൂസ്. കർത്താവിൻ്റെ ഉപയോഗത്തിന് മാത്രമായി വേർതിരിക്കപ്പെട്ടവളാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സഭ. യോഹന്നാൻ 8:46 അത് വായിച്ചു. ഇനി നമ്മുടെ കർത്താവ്, നമ്മുടെ മണവാളൻ എങ്ങനെയുള്ള മണവാളനാണ്? 1 പത്രോസ് 2:21 തൊട്ട്. ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ അധരത്തിൽ വഞ്ചന കാണപ്പെട്ടുമില്ല. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല, പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല. പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. ഇതാണ് നമ്മുടെ മണവാളൻ്റെ സ്വഭാവം. ആ മണവാളിൻ്റെ കാൽച്ചുവടുകളാണ് നമ്മൾ പിന്തുടരേണ്ടത്.
അതാണ് വായിച്ചത്. ആ മണവാളനാണ് നമുക്ക് വേണ്ടി രക്തം ചിന്തി വേദനയോട് മരിച്ചത്. അപ്പോൾ മണവാട്ടി ഈ മണവാളനെ അനുഗമിക്കുകയല്ലാതെ ഒരു കാരണവശാലും ലോകത്തിൻ്റെ പിന്നാലെ പോകരുത്. ഇനി സജീവ് ബ്രദർ മത്തായി 5:16 വായിക്കും. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മത്തായി 15:16. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട്, നിങ്ങളാരാണ്? ക്രിസ്തുവിൻ്റെ മണവാട്ടി. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുന്നിൽ പ്രകാശിക്കട്ടെ. നമ്മൾ യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തോട് അനുരഞ്ജിതരായി രമ്യതപ്പെട്ടു. ക്രിസ്തു തൻ്റെ വിശുദ്ധ രക്തം കൊണ്ട് നമ്മളെ കഴുകി ശുദ്ധീകരിച്ചു. അതുകൊണ്ട് ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, എങ്ങനെയെങ്കിലും ജീവിക്കാം. ക്രിസ്തു വരുമ്പോൾ നേരെ നമ്മൾ പറന്ന് സ്വർഗത്തിൽ അങ്ങ് പൊയ്ക്കൊള്ളും. അങ്ങനെയല്ല. യേശുക്രിസ്തു വഴി, യേശുക്രിസ്തു മൂലം പിതാവായ ദൈവത്തോട് രമ്യതപ്പെട്ടവർക്കെല്ലാം വലിയ ഉത്തരവാദിത്വമുണ്ട്. ഹോളി ആൻഡ് ബ്ലെയിംലെസ് ആൻഡ് ബിയോണ്ട് റിപ്രോച്ച്. വിശുദ്ധിയിൽ ജീവിക്കണം. അല്ലാതെ ഞാൻ രക്ഷയിലേക്ക് വന്നു, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, എല്ലാം കർത്താവ് ചെയ്തു, ഞാനിനി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെയല്ല. ക്രിസ്തുവിൻ്റെ രക്തം വഴി പാപമോചനവും വീണ്ടെടുപ്പും പ്രാപിച്ച ഈ കൊളോസ്യ വിശ്വാസികളോട് നാം കൊളോസ്യ ലേഖനമാണ് പഠിക്കുന്നത്, 1-ാം അധ്യായം. ഇതേ അധ്യായത്തിൽ 1-ാം അധ്യായത്തിൽ തന്നെ പൗലോസ് എന്താണ് പറയുന്നത്? കൊളോസ്യർ 1:28. അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്, എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവ്വവിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ സ്നാനപ്പെട്ടു, കർത്തൃമേശയിലും പങ്കെടുക്കുന്നുണ്ട്, ഓക്കെ. ഇനി ക്രിസ്തു വരുമ്പോൾ നേരെ അങ്ങ് പൊക്കോളും, ഇനി നിങ്ങളുടെ രക്ഷയൊന്നും നഷ്ടപ്പെടില്ല, നിങ്ങൾ ഒരു സൽപ്രവൃത്തിയും ചെയ്യേണ്ട കാര്യവുമില്ല. അങ്ങനെയല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ക്രിസ്തു മുഖാന്തര രക്ഷയിലേക്ക് വന്നവരെ, സഭയിലുള്ള വിശ്വാസികളെ പൗലോസ് എന്താണ് ചെയ്തത്? ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവ്വവിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാകണം. ആത്മീയ വളർച്ച പ്രാപിക്കണം വിശ്വാസികൾക്ക്. സ്നാനപ്പെട്ടാൽ മാത്രം പോരാ. ക്രിസ്തു എന്ന ശിരസോളം അവർ വളരണം. 2 പത്രോസ് 3:13 തൊട്ട് 2 പത്രോസ് 3:13 തൊട്ട് നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാന പ്രകാരം നാം കാത്തിരിക്കുന്നു. ഈ ലോകത്തിൽ ഏതെങ്കിലും ഭൗതിക നേട്ടത്തിനായിട്ടല്ല ക്രിസ്തുവിൻ്റെ മണവാട്ടി കാത്തിരിക്കുന്നത്. അവൾക്ക് മണവാളനോടുകൂടെ ചേരണം, അല്ലാതെ വേറെ എന്താണ് ആഗ്രഹം? നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാന പ്രകാരം നാം കാത്തിരിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ. ദൈവമക്കളെ, നിങ്ങൾ ചെവിതരിൻ, ലോകസ്നേഹം വിട്ടങ്ങോടുവിൻ. ദൈവമക്കളെ, നിങ്ങൾ ചെവിതരിൻ, ലോകസ്നേഹം വിട്ടങ്ങോടുവിൻ. കാന്തൻ വരവിനായി കാത്തിരിക്കും പ്രിയരെ, കറ ചുളുക്കമില്ലാതിരിപ്പാൻ ഉത്സാഹിപ്പിൻ. കാന്തൻ വരവിനായി കാത്തിരിക്കും പ്രിയരെ, കറ കളങ്കമില്ലാതിരിപ്പാൻ ഉത്സാഹിപ്പിൻ. ദൈവമക്കളെ, നിങ്ങൾ ചെവിതരിൻ. 1 തെസ്സലോനി 4:7. 1 തെസ്സലോനി 4:7. വിശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിന് മഹത്വം.
ഹല്ലേലൂയ. നാം ധ്യാനിച്ചു കഴിഞ്ഞ നാം ഇപ്പോൾ പഠിച്ചത് ഏത് വാക്യമാണ്? കൊളോസ്യർ 1:22 എന്നാൽ ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ മുമ്പിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത്. ഇനി നമ്മൾ അടുത്ത വാക്യം 23 വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കൊളോസ്യർ 1:23 എന്നാൽ നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു. ആകാശത്തിന് താഴെയുള്ള എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട്. പൗലോസായ ഞാൻ അതിൻ്റെ ശുശ്രൂഷകനായി. ഈ വാക്യം ഇനി ഭാഗമായി സാവകാശം നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. കൊളോസ്യർ 1:23 ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുമ്പിൽ നിൽക്കും. ക്രിസ്തുവിൻ്റെ മണവാട്ടിയെ ക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിൽ കുറ്റമറ്റവളായി, ബ്ലെയിംലെസ്സായി, ഹോളിയായി നിർത്തും. അതാണ് 22 വാക്യം. പക്ഷെ അങ്ങനെ നിൽക്കണമെങ്കിൽ എന്തു വേണം? അതാണ് 23 വാക്യം പറയുന്നത്. നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ, അതായത് ഇവർ ഇപ്പോൾ ക്രിസ്തുവിൻ്റെ കാന്തയാണ്, ക്രിസ്തുവിനോട് അനുരഞ്ജിതരായിട്ടുണ്ട്, ഇവർക്ക് പാപമോചനം കിട്ടിയിട്ടുണ്ട്, ഇവരുടെ കാന്തൻ മഹാനാണ്, അതൊക്കെ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിലും 23 വാക്യം പറയുന്നത് നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ, അതായത് ഈ സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് ഇവർക്ക് വേണമെങ്കിൽ വ്യതിചലിക്കാം, അതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രവിച്ച സുവിശേഷം, സത്യസുവിശേഷമാണ് പൗലോസ് ഇവരോട് പറഞ്ഞത്, യാതൊരു മായവും ചേർക്കാത്ത ശുദ്ധ സുവിശേഷം. നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു. ഇവർക്കൊരു റോളുണ്ട്. അല്ലാതെ രക്ഷിക്കപ്പെട്ടു, വൺസ് സേവ്ഡ് ഓൾവേസ് സേവ്ഡ്, അങ്ങനെയുള്ള ഉപദേശമൊന്നും പൗലോസ് പഠിപ്പിച്ചില്ല. ഇവർക്ക് ചില ഉത്തരവാദിത്വമുണ്ട്. കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ് ഇവർ. ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. സൗജന്യമായി പിതാവായ ദൈവത്തോട് യേശു ക്രിസ്തു ഇവരെ രമ്യതപ്പെടുത്തി. എല്ലാം ശരിയാണ്. പക്ഷെ ഇവർക്ക് മണവാട്ടി എന്ന നിലയിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം ഈ മണവാട്ടി കീപ്പ് ചെയ്യുന്നില്ല എങ്കിൽ മണവാട്ടിക്ക് പിന്നെ മണവാട്ടി എന്ന പദവിയിൽ തുടരാൻ പറ്റില്ല. അതുകൊണ്ട് പൗലോസ് ക്രിസ്തുവിൻ്റെ സഭയ്ക്ക്, മണവാട്ടിക്ക് ഇവിടെ ശക്തമായൊരു വാണിംഗ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു. ഇവർക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഇഫ് ഇൻഡീഡ് യു കണ്ടിന്യൂ ഇൻ ദ ഫെയ്ത്ത്, ഫേംലി എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് സ്റ്റെഡ്ഫാസ്റ്റ് ആൻഡ് നോട്ട് moved away from the hope of the gospel that you have heard. If indeed you continue in the faith, firmly established and steadfast, and not moved away from the hope of the gospel that you have heard. അങ്ങനെ നിങ്ങൾ സ്ഥിരതയുള്ളവരായി ഇവർ കേട്ട സത്യസുവിശേഷത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ എങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ക്രിസ്തു ഇവരെ പിതാവിൻ്റെ സന്നിധിയിൽ തേജസ്സുറ്റ മണവാട്ടിയായി നിർത്തുകയുള്ളൂ. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് ലഭിക്കും. 1 കൊരിന്ത്യർ 15:2 നമ്മോട് പറയുന്നത്, അതനുസരിച്ച്
നിങ്ങൾ അചഞ്ചലരായി അതിൽ നിലനിന്നാൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാവുകയില്ല. 1 കൊരിന്ത്യർ 15:2. അതനുസരിച്ച് നിങ്ങൾ അചഞ്ചലരായി, രക്ഷിക്കപ്പെട്ട കൊരിന്ത്യ വിശ്വാസികളോടാണ് പറയുന്നത്. അതനുസരിച്ച് നിങ്ങൾ അചഞ്ചലരായി അതിൽ നിലനിന്നാൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാവുകയില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാകും. ഈ സുവിശേഷ സത്യത്തിൽ നിലനിൽക്കാതെ പോയാൽ, ഞാൻ വിശ്വാസിയാണ്, സ്നാനപ്പെട്ടവളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ അചഞ്ചലരായി അതിൽ നിലനിന്നാൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാവുകയില്ല. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, തോന്നിയതുപോലെ ജീവിച്ചോളൂ, സ്വർഗത്തിൽ പോകും. നോ. ഒരിക്കൽ ഒരാൾ വളരെ മ്ലേച്ഛതകൾ ചെയ്ത് ജീവിക്കുകയാണ്. ഒരു പാസ്റ്റർ അദ്ദേഹത്തോട് സുവിശേഷം പറയാൻ ശ്രമിച്ചു. പാസ്റ്റർ അദ്ദേഹത്തോട് സുവിശേഷം പറയുമ്പോൾ ഈ മ്ലേച്ഛതകൾ ചെയ്ത് ജീവിക്കുന്ന വ്യക്തി വചനം പാസ്റ്ററോട് പറയുന്നു. പാസ്റ്റർക്ക് അത്ഭുതം തോന്നി. ഇത്ര മ്ലേച്ഛനായി ജീവിക്കുന്ന ഈ വ്യക്തിയുടെ വായിൽ സുവിശേഷ വചനങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, ഞാൻ 13-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടതാണ്. എൻ്റെ ഹൃദയത്തിൽ യേശുവിന് ഞാൻ ഇടം കൊടുത്തിട്ടുണ്ട്. ഞാൻ അന്ന് കേട്ട ഉപദേശം, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ എന്നേക്കും രക്ഷിക്കപ്പെട്ടു. പിന്നീട് ഞാൻ പല രീതിയിലുള്ള തിന്മകൾ ചെയ്തു, ഇപ്പോഴും പല വൃത്തികേടുകളും ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്. വൺസ് സേവ്ഡ് ഓൾവേസ് സേവ്ഡ് എന്ന ഉപദേശമാണ് ഞാൻ അന്ന് ചെറുപ്പത്തിൽ ക്രിസ്തുവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുത്തപ്പോൾ കേട്ടത്. പിന്നെ ഇങ്ങനെ ജീവിച്ചാൽ എന്താണ് കുഴപ്പം? പാസ്റ്റർ അത് കേട്ട് ഞെട്ടിപ്പോയി. പ്രിയമുള്ളവരെ, 20 വർഷം മുമ്പ് ഒരു സുവിശേഷ യോഗത്തിൽ ക്രിസ്തുവിന് അനുകൂലമായി കൈ ഉയർത്തി, യേശുവേ എൻ്റെ ഹൃദയത്തിൽ വരണമേ എന്ന് പ്രാർത്ഥിച്ചു. നല്ല കാര്യമാണ്. പക്ഷേ പിന്നീട് ഈ ക്രിസ്തുവിനോട് കൂടെ തന്നെ വിശ്വസ്തനായി നിലനിൽക്കണം. ക്രിസ്തു പറഞ്ഞത് എന്താണ്? ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിച്ചാൽ അവൻ തന്നെ നിഷേധിച്ച് സ്വന്തം ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. വെളിപ്പാട് 2:10. നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. നിങ്ങളിൽ ചിലരെ പിശാച് തടവിലിടാനിരിക്കുന്നു. അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ്. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. മരണം വരെ വിശ്വസ്തനായിരിക്കുക. ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. അല്ലാതെ മരണം വരെ തോന്നിയതുപോലെ ജീവിച്ചോ, 10 വർഷം മുമ്പ് 30 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടതാണല്ലോ. നോ, അങ്ങനെയല്ല തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. മരണം വരെ വിശ്വസ്തനായിരിക്കുക. ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. കർത്താവ് പറഞ്ഞു, കലപ്പയിൽ കൈവച്ച് പിന്തിരിയുന്നവരാരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവരല്ല. എന്നാൽ നമുക്ക് അന്ത്യത്തോളം മരണപര്യന്തം വിശ്വസ്തയായി നിൽക്കുവാൻ വേണ്ട കൃപയും ആത്മശക്തിയും വചനവും എല്ലാം കർത്താവ് തരും. പക്ഷെ നമ്മുടെ കോപ്പറേഷൻ ആവശ്യമാണ്. ദാഹിക്കുന്നവൻ എൻ്റെ അരികിലേക്ക് വരട്ടെ. ദാഹമില്ല, ഒരുക്കമില്ല, അലസമായ ക്രിസ്തീയ ജീവിതം, പാപത്തെ ഗൗരവമായി കാണാത്ത ക്രിസ്തീയ ജീവിതം, ചർച്ചിൽ പോകുന്നു, ആരാധിക്കുന്നു, കർത്തൃമേശയിൽ പങ്കെടുക്കുന്നു, അത് കഴിഞ്ഞാൽ ലോകജാതികളെ പോലെ ജീവിക്കുന്നു, യാതൊരു കുറ്റബോധവുമില്ല. അങ്ങനെയുള്ളവർക്ക് ക്രിസ്തുവിനെ മണവാട്ടി എന്ന് പറയുവാൻ എന്ത് അവകാശമുണ്ട്? കൊളോസ്യ ലേഖനം 1:23 ഒരു തവണ വായിച്ച് ഇന്നത്തെ വചനപ്രബോധനം അവസാനിപ്പിക്കുകയാണ്. കൊളോസ്യർ 1:23. എന്നാൽ നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു. ആകാശത്തിന് താഴെയുള്ള എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട്. പൗലോസായ ഞാൻ അതിൻ്റെ ശുശ്രൂഷകനായി. സജീവ് ബ്രദർ പ്രാർത്ഥിച്ച് സെബാസ്റ്റ്യൻ ബ്രദർ ആശീർവാദം പറയും. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവെ, ഞങ്ങൾ അല്പസമയം കർത്താവിന്റെ വചനത്തിൽ ആയിരുന്നല്ലോ. കർത്താവെ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് ദാസിൽ കൂടെ കേൾപ്പിച്ച വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലെ
കർത്താവെ അത് ഞങ്ങൾക്ക് വിത്തായി വീണ് കർത്താവ് വചനത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവെ. കർത്താവെ ഞങ്ങളുടെ മനസ്സ് ഈ ദുഷ്ടലോകത്തിലേക്ക് ചാഞ്ഞു പോകാതെ ദൈവത്തിനോട് പറ്റിയിരിക്കുവാൻ, ഹൃദയത്തോട് ദൈവത്തിന്റെ വചനങ്ങളോട് പറ്റിയിരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഈ വചന പഠനം ഞങ്ങൾക്ക് അന്ത്യം വരെ ഞങ്ങൾക്ക് ഉപകാരമായി തീരുമാറാകണമേ. കേട്ട വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി അധികമായിട്ട് കൃപ പകരണേ കർത്താവെ. അതിനുവേണ്ടി ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇന്ന് മീറ്റിംഗ് പങ്കെടുത്ത എല്ലാവരെയും ദൈവം കർത്താവ് വചനത്താൽ നിറയ്ക്കണമേ കർത്താവ്. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളെല്ലാം കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വം പങ്കെടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സകല വിശുദ്ധരോടും കൂടി ഇരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന പിതാവിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരേണമേ.